പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അത്യുന്നതനായ ദൈവമാണെന്ന് അറിയുക. ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. ഏകാന്തതയുടെ പത്മോസ് ദ്വീപുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതിനെ തരണം ചെയ്യുവാൻ അചഞ്ചലമായ ക്രിസ്തു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. യേശു കർത്താവ് മരണത്തെ തോൽപ്പിച്ചവനാണ്. ഈ കർത്താവിൽ നാം ആശ്രയിക്കുക. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായിട്ടും ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾ ഏറ്റവും മാന്യരായി തീരാൻ പോകുകയാണ്, അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. നിങ്ങളിന്ന് ഈ സന്ദേശം, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം അപ്പാടെ മാറാൻ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രിയ ഭവനത്തെ നമ്മൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്രിയ ഭവനം ചില പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഇരുന്നു കൊണ്ട് ഈ സന്ദേശം, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഐക്യതയോടുകൂടിയുള്ള പ്രാർത്ഥന വലിയ ഫലം ഉളവാക്കി തരുമെന്ന് അറിയുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ ചെയ്യും. പ്രത്യേകിച്ച് കോട്ടയത്തായിരിക്കുന്ന, മണ്ണർകാട്ടായിരിക്കുന്ന ജോജി ബ്രദറിനെയും കുടുംബത്തെയും ഒക്കെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. ഈ കുടുംബത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് നാം ശക്തമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. എല്ലാവരും നിങ്ങളുടെ കരങ്ങളൊന്ന് കോർത്തു പിടിച്ച്, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ വിടുതൽ നടക്കേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വരൾച്ചയുടെ അന്തരീക്ഷം മാറട്ടെ, ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2025 ചില ആലോചനകൾ നിവർത്തിക്കപ്പെടട്ടെ. മരുഭൂമിയിൽ വഴികൾ തുറന്നു വരട്ടെ. വറ്റി വരണ്ട സാമ്പത്തിക മേഖലയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം ദൈവത്താൽ മാന്യരായി തീരട്ടെ. ഈ ദിവസങ്ങളിൽ പ്രതീക്ഷയോടെ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വലിയ വിജയമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാനുഷികമായിട്ട് പരിഹരിക്കാൻ കഴിയാത്തത് ദൈവത്താൽ പരിഹരിക്കപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കോട്ടയത്തെ മണ്ണർകാട്ടായിരിക്കുന്ന ജോജി ബ്രദറിനായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ശക്തമായിട്ട് ഈ ഭവനത്തിന് വേണ്ടി കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിപ്പോകട്ടെ, വരൾച്ചയുടെ അന്തരീക്ഷം മാറിപ്പോകട്ടെ, ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. 2025 ചില ആലോചനകൾ നിവർത്തിക്കപ്പെടുമാറാകട്ടെ. മരുഭൂമിയിൽ വഴികൾ തുറന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വറ്റി വരണ്ട സാമ്പത്തിക മേഖലയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരം ചലിക്കട്ടെ എന്ന് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കുടുംബം ദൈവത്താൽ മാന്യരായി തീരട്ടെ. ഈ ദിവസങ്ങളിൽ പ്രതീക്ഷയോടെ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മാനുഷികമായി പരിഹരിക്കാൻ കഴിയാത്തത് ദൈവത്താൽ പരിഹരിക്കപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ നാമം ചൊല്ലി ഈ ഭവനത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശാലത ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. സഹോദരങ്ങളെ, സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരുണ കാണിക്കുമാറാകട്ടെ. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ഏവരെയും ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ നടുവിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഞങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇന്നു മുതൽ തീരുമാനങ്ങൾ എടുക്കുക. ആ വിഷയത്തെ ആസ്പദമാക്കി വളരെ ശക്തമായിട്ട് തിരുവചനം നിങ്ങളിലേക്ക് ശുശ്രൂഷിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രതീക്ഷയോടെ ആയിരിക്കുക. ഇന്നു മുതൽ വേദനയുടെ, ദുഃഖത്തിൻ്റെ,
അപകടത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, കഷ്ടകാലത്തിൻ്റെ വാചകങ്ങൾ പറയുകയില്ല എന്ന് തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ അത്തരം കാര്യങ്ങൾ പറയുവാൻ അനുവദിക്കയില്ല എന്ന് തീരുമാനം എടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതിന് പകരം എന്ത് ചെയ്യണം? പകരം സന്തോഷം, അനുഗ്രഹം, നന്മകൾ, ആരോഗ്യം, അഭിവൃദ്ധി, വിജയം ഇവ മാത്രം ഭാവന കാണുകയും അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുമെന്നും തീരുമാനങ്ങൾ എടുക്കുക. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട വിഷയത്തെപ്പറ്റി ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നത്, നന്മ അനുഭവിക്കുന്നത്, മറ്റുള്ളവരാൽ മാന്യരായി തീരുന്നത് നിങ്ങൾ ഭാവന കാണണം. ചിലരെ നോക്കിക്കേ, സഭയിൽ സാക്ഷ്യം പറയുവാൻ എഴുന്നേറ്റ് നിന്നാൽ ആദ്യം അവർ ദുഃഖത്തിൻ്റെ ഒരു വിലാപഗീതമാണ് പറയുന്നത്, പാടുന്നത്. മറിച്ച് എന്ത് പറയണം? ദൈവം നടത്തിയ വിധങ്ങളെപ്പറ്റി പറയണം. ദൈവം നടത്തിയ അനുഭവത്തെപ്പറ്റി സാക്ഷി പറയണം. അവൻ താങ്ങി നിർത്തിയ അനുഭവങ്ങൾ സാക്ഷി പറയുക. അതിനുശേഷം വരുന്ന ആഴ്ച എന്ത് പ്രതീക്ഷിക്കുന്നുവോ അത് വിശ്വാസത്താൽ പറയുക. സഹോദരങ്ങളെ, വരുന്ന നാളിൽ, വരുന്ന ആഴ്ചകളിൽ, വരുന്ന മാസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സംഭവിക്കേണ്ടത് അത് ഭാവന കൊണ്ട്, അത് പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസം പറയുന്നവരായി മാറണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. നിന്റെ സാക്ഷ്യം കേൾക്കുന്നവർക്ക് പ്രചോദനമുണ്ടാകണം. നിന്റെ കണ്ണുനീരിന്റെ സാക്ഷ്യം കേട്ടിട്ട് മറ്റുള്ളവരോടുകൂടെ തളർന്നു പോവുകയല്ല. നിന്റെ സാക്ഷ്യം കേട്ടിട്ട് മറ്റുള്ളവർക്കൊരു പ്രചോദനമുണ്ടാകണം. നിങ്ങളുടെ സാക്ഷ്യം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് തീരട്ടെ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ പറയുന്ന സാക്ഷ്യം മറ്റുള്ളവർക്ക് പ്രോത്സാഹനം ഉണ്ടാകണം. മറ്റുള്ളവർ വളർന്നു വരുവാൻ ഇടയായിത്തീരണം. മറ്റുള്ളവരുടെയും കൂടെ വിശ്വാസം വർദ്ധിക്കത്തക്ക നിലയിലായിരിക്കണം നിങ്ങളുടെ സാക്ഷ്യങ്ങൾ. ശ്രദ്ധിച്ചാട്ടെ, നമ്മുടെ സാക്ഷ്യം ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഞാനും നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നത് കണ്ണുനീരിൻ്റെ ആയിരിക്കരുത്. നമ്മുടെ സാക്ഷ്യം ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. പരിതസ്ഥിതികൾ അനുകൂലമല്ലാതിരിക്കുമ്പോഴും ദൈവത്തിൽ തന്നെ ആശ്രയിച്ച് നാം ഉറച്ചു നിൽക്കുമെന്നുള്ള തീരുമാനമാണ് നമ്മുടെ സാക്ഷ്യമെന്ന് പറയുന്നത്. ഞാൻ പുതിയ നിയമത്തിൽ ഭക്തനായ ഒരു ദൈവദാസനെ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. നിങ്ങൾ പൗലോസിനെ ഒന്ന് നോക്കിക്കേ. പൗലോസ് എഴുതിയ ലേഖനങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ജയിലുകളിൽ നിന്ന് അയച്ച സാക്ഷ്യത്തിൻ്റെ കത്തുകളിൽ എവിടെയാണ് താൻ കരഞ്ഞിട്ടുള്ളത്? വീണ്ടും ചോദിക്കുന്നു, ലേഖനങ്ങളിൽ താൻ എവിടെയെങ്കിലും കരഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? എവിടെയാണ് താൻ നെടുവീർപ്പിട്ടിരിക്കുന്നത്? എവിടെയാണ് താൻ പ്രയാസപ്പെട്ട് കഴിഞ്ഞത്? എവിടെയെങ്കിലും പൗലോസ് നിരാശപ്പെട്ടിട്ടുണ്ടോ? നിരാശയുടെ വാക്കുകൾ പൗലോസിന്റെ ലേഖനങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? എവിടെയെങ്കിലും പരാജയത്തിന്റെ അനുഭവങ്ങൾ കാണാനായിട്ട് കഴിയുമോ? എവിടെയെങ്കിലും ഭയത്തിന്റെ ശബ്ദം കേൾക്കാനായിട്ട് കഴിയുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പറയപ്പെട്ട കാര്യങ്ങൾ എവിടെയെങ്കിലും പൗലോസിന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? യെസ്, പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും വിജയിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയപ്പെട്ട പോയിന്റുകൾ എഴുതി വയ്ക്കാം. പുതിയ നിയമത്തിൽ പാർക്കുന്ന, പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും വിജയികളാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മകനും മകളുമായി തീർന്ന നാം ഓരോരുത്തരും വിജയിയാണ്. എഴുതി വയ്ക്കാം. പ്രതികൂലങ്ങൾ വരുമ്പോൾ അത് എടുത്തു പരിശോധിക്കുക, വായിക്കുക, ധൈര്യപ്പെടുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21 തൊട്ട് 23 വരെയുള്ള വേദഭാഗങ്ങൾ നോക്കുക. സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും, 22-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ, സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ
തലയാക്കി. 23-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവ് ആയിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്ന് വച്ചാൽ എല്ലാ ശക്തിയും, എല്ലാ അധികാരവും, എല്ലാ നാമവും യേശു കർത്താവിന്റെ കാൽ കീഴിലാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാ ശക്തികളും, എല്ലാ അധികാരവും, എല്ലാ നാമവും യേശു കർത്താവിന്റെ കാൽ കീഴിൽ ആയതിനാൽ നാം എന്തിന് ഭയപ്പെടണം? അതുകൊണ്ട് നാം എന്തിന് ഭാരപ്പെടണം? അതുകൊണ്ട് നാം എന്തിന് വിഷമിക്കണം? അതുകൊണ്ട് നാം എന്തിന് നെടുവീർപ്പിടണം? എന്തുകൊണ്ടെന്നാൽ എല്ലാ ശക്തിയും, എല്ലാ അധികാരവും, എല്ലാ നാമവും യേശു കർത്താവിന്റെ കാൽ കീഴിലാണ്. എല്ലാ നാമവും യേശു കർത്താവിന്റെ കാൽ കീഴിലാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കും. തീരുമാനമെടുത്ത് ഇന്ന് എപ്പിസോഡ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥനയോട് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാ നാമവും യേശു കർത്താവിന്റെ കാൽ കീഴിൽ ആയിരിക്കൊണ്ട് ഞാൻ ഇന്നു മുതൽ സന്തോഷിക്കും. ഇന്നു മുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവനായി തീരുമെന്ന് തീരുമാനമെടുക്കുക. ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടാണ്? എല്ലാ നാമവും യേശു കർത്താവിന്റെ കാൽ കീഴിൽ ആകുന്നുകൊണ്ട്. എല്ലാ പേരും യേശു കർത്താവിന്റെ കാൽ കീഴിലാണ്. എല്ലാ പേരും യേശു ക്രിസ്തുവിന്റെ കാൽ കീഴിലാണ്. ഇന്ന് ഉള്ളതിനെല്ലാം പേരുണ്ട്. ഇന്ന് നാം പുറത്തു കാണുന്ന എല്ലാറ്റിനും പേരുണ്ട്. രോഗങ്ങൾക്ക് പേരുണ്ട്. ക്യാൻസർ അതൊരു പേരാണ്. എയ്ഡ്സ് അതൊരു പേരാണ്. പനി അതൊരു പേരാണ്. ദാരിദ്ര്യം പേരാണ്. കഷ്ടത, എതിർപ്പ് അതൊരു ശക്തിയാണ്. ശത്രു അതൊരു ശക്തിയാണ്. ഭയം അത് ഒരു ശക്തിയാണ്. യെസ്, എല്ലാ ശക്തിയും, എല്ലാ പേരും യേശു കർത്താവിന്റെ കാൽ കീഴിലാണ്. സർവശക്തനായ യേശു കർത്താവിന്റെ കാൽ കീഴിൽ ആണ് ഈ പറയപ്പെട്ട കാര്യമൊക്കെയും. അതുകൊണ്ട് എന്തിന് ഭയപ്പെടണം? എന്തിന് ഭാരപ്പെടണം? ഇന്ന് ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത രോഗത്താൽ ആരെങ്കിലുമൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഞാൻ ഇന്ന് ശക്തമായിട്ട് വിളിച്ചു പറയുന്നു, എല്ലാ പേരും, എല്ലാ നാമവും, എല്ലാ ശക്തിയും യേശു കർത്താവിന്റെ കാൽ കീഴിലാണ്. സർവശക്തനായ കർത്താവിന്റെ കാൽ കീഴെയാണ്. പിന്നെ ഞാൻ എന്തിന് വിലാപഗീതം പാടണം? അതുകൊണ്ട് ഞാൻ എന്തിനു ഭയപ്പെടണം? നിരാശയുടെ, സംശയത്തിന്റെ വാചകങ്ങൾ ഞാൻ പറയണം? അത് മാത്രമല്ല, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് രക്ഷിക്കപ്പെട്ട് ദൈവവൈതലായ ശേഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതികൂലങ്ങളും, പ്രശ്നങ്ങളും, ക്ലേശങ്ങളും, രോഗങ്ങളും, ഭാരങ്ങളും, നെടുവീർപ്പുകളും, കണ്ണുനീരിന്റെ അനുഭവങ്ങളും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ഇതെല്ലാം യേശു ക്രിസ്തുവിന്റെ കാൽ കീഴിലാണ്. പുതിയ നിയമത്തിൽ അധിവസിക്കുന്ന ഞാനും നിങ്ങളും ജയാളികളാണ്. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന യേശു കർത്താവിന്റെ കാൽ കീഴെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളോട് ഏറ്റവും സമീപയിരിക്കുന്നത് നമ്മുടെ കർത്താവാണ്. നമ്മുടെ കൂടെ നിൽക്കാം, ചേർന്ന് നിൽക്കാമെന്ന് പറഞ്ഞവർ ഒരുപക്ഷെ നമ്മളിൽ നിന്നൊക്കെ അകന്നു പോയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും സമീപി നിൽക്കുന്ന യേശു കർത്താവിൻ്റെ കാൽ കീഴിൽ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതികൂലങ്ങൾ, നമ്മുടെ നെടുവീർപ്പ്, കണ്ണുനീരെല്ലാം, എല്ലാ ശക്തിയും അവൻ്റെ കാൽ കീഴിലാണ്. എല്ലാ ശക്തികളും ഏതൊക്കെയാണ് യേശു കർത്താവിൻ്റെയും എൻ്റെയും നിങ്ങളുടെ കാൽ കീഴിൽ. എല്ലാ വാഴ്ചയും എൻ്റെയും നിങ്ങളുടെയും കാൽ കീഴിലാണ്. എല്ലാ അധികാരവും ശക്തിയും എൻ്റെയും നിങ്ങളുടെയും കാൽ കീഴിൽ, യേശു ക്രിസ്തുവിൻ്റെ കാൽ കീഴിൽ. എല്ലാ കർത്തൃത്വവും, സകല നാമവും, ഇതെല്ലാം യേശു കർത്താവിൻ്റെയും എൻ്റെയും നിങ്ങളുടെയും കാൽ കീഴിലാണ്.
ഇവയ്ക്കെന്നെ നോവിക്കാനോ കേടുവരുത്താനോ ആകത്തില്ല. ഈ പറയപ്പെട്ട വാഴ്ചയ്ക്കാകട്ടെ, അധികാരങ്ങൾക്കാകട്ടെ, പ്രതികൂലത്തിനാകട്ടെ, എന്നെ നോവിക്കാൻ, എന്നെ ഭാരപ്പെടുത്താൻ, എനിക്ക് കേടുവരുത്താൻ കഴിയത്തില്ലെന്ന് വിശ്വസിക്കുക. എനിക്കും നിങ്ങൾക്കും അവയെ കേടുവരുത്താൻ, ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിമിത്തം കേടുവരുത്താനോ വിശ്വാസത്തെ ചോർത്തിക്കളയാനോ കഴിയത്തില്ല എന്നറിയുക. കേടുവരുത്താൻ ആകത്തില്ല എങ്കിൽ അടക്കി ഭരിക്കുവാനാണ് നമുക്ക് അധികാരം ദൈവം തന്നിരിക്കുന്നത്. ആകയാൽ ഞാനും നിങ്ങളും പരാജിതരായി ജീവിക്കുവാൻ ഉള്ളവരല്ല, തല താഴ്ത്തി നടക്കാൻ ഉള്ളവരല്ല. നാം യേശു ക്രിസ്തുവിനോടൊപ്പം ഇരിക്കുന്നതാകയാൽ ജയാളികളാണ്. എഴുതി വെച്ച ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നതിനാൽ, ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിനോടൊപ്പം ഇരിക്കുന്നതിനാൽ, ഞാനും നിങ്ങളും യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ നാം ജയാളികളാണ്, തലയുയർത്തി നടക്കേണ്ടവരാണ്. അതിനാൽ ഞാനും നിങ്ങളും പൗലോസിനെ പോലെ നാളെയെപ്പറ്റി സന്തോഷത്തിൻ്റെ പാട്ട് പാടും, ആനന്ദത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാചകങ്ങൾ മാത്രം പറയുമെന്ന് തീരുമാനമെടുക്കുക. പ്രിയപ്പെട്ടവർ, ഇന്ന് നിങ്ങൾക്ക് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ടോ? എൻ്റെ ഏറ്റവും സമീപേ നിൽക്കുന്ന യേശു കർത്താവിന് എന്നെപ്പറ്റി അഭിമാനം തോന്നിപ്പിക്കുന്ന, യേശു കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്ന വാചകങ്ങൾ മാത്രമേ മേലാൽ ഞാൻ പറയത്തുള്ളൂ എന്ന് തീരുമാനമെടുക്കുക. നെഗറ്റീവായിട്ട് ഞാൻ ചിന്തിക്കത്തില്ലെന്ന് തീരുമാനമെടുക്കുക. നെഗറ്റീവായിട്ട് ഞാൻ പറയത്തില്ലെന്ന് തീരുമാനമെടുക്കുക. നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മറ്റുള്ളവരെ തളർത്തിക്കളയത്തില്ലെന്ന് തീരുമാനമെടുക്കുക. നെഗറ്റീവ് പറഞ്ഞ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയത്തില്ല എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുക. ഞാൻ വീണ്ടും തുടരുകയാണ്. മറ്റുള്ള ദൈവദാസന്മാരുടെ, വിശ്വാസികളുടെ അത്ഭുത സാക്ഷ്യ പുസ്തകങ്ങൾ എവിടെ കിട്ടിയാലും വാങ്ങി വായിക്കാൻ മടി കാണിക്കരുത്. മറ്റുള്ള ദൈവദാസന്മാരെ ദൈവം നടത്തിയ അനുഭവങ്ങൾ, മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, അതിന് പുസ്തകങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് മേടിച്ച് വായിക്കാനായിട്ട് മറന്നു പോകരുത്. അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതാണ്. നിങ്ങൾ വിശ്വാസത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്ന സന്ദേശങ്ങൾ മാത്രമേ 2025 കേൾക്കാനായിട്ട് പാടുള്ളൂ. ശ്രദ്ധിച്ചാട്ടെ, യേശു കർത്താവിൻ്റെ അമ്മ മറിയ യേശുവിനെ ഗർഭം ധരിക്കുമെന്ന വാർത്ത ദൈവദൂതൻ അവളെ സന്ദർശിച്ച് അവളോട് പറയുകയുണ്ടായി. അപ്പോൾ മറിയ ദൈവദൂതനോട് പറയുകയാണ്, അത് അസാധ്യമാണ്, ഞാൻ അവിവാഹിതയാണ്. എന്നാൽ ദൈവദൂതൻ വിശദീകരിച്ചു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന, കരുതുന്നത് നടക്കുവാനിടയായി തീരും. മറിയയോട് ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവാണ് നിന്റെ മേൽ വരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിമിത്തമായിട്ട് അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങൾ നിനക്ക് ദൈവം സാധ്യമാക്കി തരാൻ പോകുന്നു. ഇത് കേട്ടിട്ടും വിശ്വാസം വരാതെ നിൽക്കുന്ന മറിയയോട് ദൈവദൂതൻ വീണ്ടും പറഞ്ഞു, വാർദ്ധക്യമായ നിന്റെ ചർച്ചക്കാരത്തി എലിസബത്ത് ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് അവളും ഗർഭിണിയായിരിക്കുകയാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് പ്രതികൂലത്തിലൂടെ, ഒരുപാട് പ്രശ്നത്തിലൂടെ, ഒരുപാട് വേദനയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ധാരാളം പേരാണ് ഈ ശുശ്രൂഷയിൽ ലോകം എമ്പാടും ചിതറിപ്പാർക്കുന്നവര് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും നിങ്ങളെ നോക്കി ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. എൻ്റെ ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. നിങ്ങൾ പിൻപറ്റുന്ന ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല എന്നറിയുക. ഈ പറയപ്പെട്ടതിൻ്റെ അർത്ഥം, നിങ്ങൾക്ക് ഒരു അത്ഭുതം ആവശ്യമാണെങ്കിൽ അസാധ്യമെന്ന് തോന്നുന്നത് പരിശുദ്ധാത്മാവ് നിനക്ക് ചെയ്തു തരുമെന്നറിയുക. നിങ്ങളുടെ ആ വിഷയങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, നീറുന്ന വിഷയങ്ങൾ, ഇതെല്ലാം നിങ്ങളെ കൊണ്ട് അസാധ്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിനക്ക് തുണനിന്ന് അതെല്ലാം സാധ്യമാക്കി തീർക്കാൻ പോകുകയാണ്. എലിസബത്തിന് അസാധ്യമായ ഒരു കാര്യം പരിശുദ്ധാത്മാവ് ചെയ്തു കൊടുക്കുകയാണ്. മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്തത്
നിനക്കും ദൈവം ചെയ്തു തരുമെന്ന് അറിയുക. മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്ത ദൈവത്തിന് നിന്റെ ജീവിതത്തിലും അത്ഭുതം ചെയ്യാൻ കഴിയുമെന്നറിയുക. മറ്റൊരാളുടെ വിഷയത്തിന് ഒരു രോഗസൗഖ്യം കൊടുത്ത് ആദരിച്ച ദൈവത്തിന് നിന്റെ വിഷയങ്ങളും പരിഹരിച്ച് നൽകിത്തരുമെന്നറിയുക. ഒരാൾക്ക് വേണ്ടിയിട്ട് പുതിയ വാതിൽ ദൈവം തുറന്നു കൊടുത്തെങ്കിൽ നിനക്ക് വേണ്ടിയും സ്വർഗസ്ഥനായ ദൈവം അത്ഭുതം ചെയ്യുമെന്നറിയുക. നിനക്കും ചെയ്തു തരും. യെസ്, നമ്മുടെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇത് കേട്ട മറിയയ്ക്ക് വിശ്വാസമായി ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെയില്ല. പലരും ഇന്ന് സന്ദേശം വളരെ ഭാരത്തോടെ നെടുവീർപ്പോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞുപോയി, ഇനി എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്നുള്ള വലിയ ഭാരത്തോടെ ആയിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നറിയുക. ചുരുങ്ങിയ സമയം കൊണ്ട് നിന്റെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ, നിന്റെ ചരിത്രത്തെ മാറ്റാൻ അവിടുന്ന് വിശ്വസ്തനാണ്. മറ്റൊരാൾക്ക് അവൻ ചെയ്തു എങ്കിൽ എനിക്കും ചെയ്തു തരും എന്നുള്ളൊരു വിശ്വാസം. മറിയ പറയുകയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മറിയ ഗർഭിണിയായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് സംഭവിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് അത് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ വിശദമാക്കട്ടെ. ദൈവദൂതൻ പറഞ്ഞപ്പോൾ അല്ല, എനിക്ക് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് അവൾ പറഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാ കൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റുപറയണം. നിങ്ങളുടെ വാ കൊണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയണം. നിങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന അനേകം നാളുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു. എന്നാൽ ആ ആലോചന ഇതുവരെയും നിറവേറിയിട്ടില്ല എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ അധരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ആലോചനയ്ക്കായിട്ട് സ്തോത്രം ചെയ്തിട്ട് പറയണം, എനിക്ക് അങ്ങനെ സംഭവിക്കട്ടെ, എനിക്കങ്ങനെ സംഭവിക്കട്ടെ, എൻ്റെ ജീവിതം മെച്ചപ്പെടട്ടെ, എൻ്റെ ജീവിതം അനുഗ്രഹമായി മാറട്ടെ, എൻ്റെ ജീവിതം ആശ്വാസകരമായി മാറട്ടെ, എൻ്റെ ജീവിതം നിമിത്തം മറ്റുള്ളവർക്ക് ഒരു നന്മയായി തീരട്ടെ, എൻ്റെ ജീവിതം നിമിത്തമായിട്ട് മറ്റുള്ളവർക്ക് സമാധാനമുണ്ടാകട്ടെ. മറ്റൊരാൾക്ക് ദൈവം ചെയ്തുവെങ്കിൽ എനിക്കും ചെയ്യുമെന്ന് വിശ്വസിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് സ്വയം ഏൽപ്പിച്ചപ്പോൾ മറ്റൊരാൾക്ക് ദൈവം പ്രവർത്തിച്ചത് നാം വേദപുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ദൈവം ചെയ്ത അനവധി അത്ഭുത പ്രവർത്തികളുണ്ട്. അത്ഭുത പ്രവൃത്തിയെപ്പറ്റി പല എപ്പിസോഡുകൾ ഞാൻ ശുശ്രൂഷിച്ചതാണ്. ആ വാക്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതെൻ്റെ ജീവിതത്തിൽ അതിന് സമാനമായിട്ടുള്ളത് സംഭവിക്കട്ടെ എന്ന് വിശ്വസിച്ച് അതരം കൊണ്ട് പറയാൻ തുടങ്ങുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ പരിഹരിക്കാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ നാവിൽ തന്നെ ജീവനും മരണവുമുണ്ട്. നമ്മുടെ നാവ് കൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിലേക്ക്, ഉയരത്തിലേക്ക് നടന്നു കയറാം. അപ്പോൾ തന്നെ അതേ നാവ് കൊണ്ട് തന്നെ നമുക്ക് പുറകോട്ട് പോകാം, വലിയ പ്രതികൂലത്തിലാകാം, കഷ്ടതയിലാകാം. തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവം അതിന് പ്രവർത്തിപ്പാൻ ദൈവം ഒരുക്കമാണ്. പക്ഷെ നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. മറിയ പറയുന്നു, എനിക്ക് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കുകയാണ്. സഹോദരങ്ങളെ, നമുക്ക് അനുഗ്രഹിക്കപ്പെടാൻ നമ്മൾ തന്നെ ശ്രമിച്ചാൽ മതി. നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയും കർത്താവിൻ്റെ വിശ്വസ്തത പറയുകയും വിശ്വാസം പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം മേൽക്കുമേൽ മെച്ചപ്പെട്ടു വരുന്നത് കാണാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ നിമിത്തമായിട്ട് വളരെ ഭാരത്തോടുകൂടെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മ കൃത്യമായിട്ട് ഇടപെടുന്നു, വ്യക്തമായിട്ട് ഇടപെടുന്നു. നമ്മുടെ അധരം കൊണ്ട് കഴിഞ്ഞ നാളിൽ നെഗറ്റീവായിട്ട് പറഞ്ഞതെല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയും അത് ദൈവത്തോട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം
തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നിങ്ങളുടെ പോരായ്മയെ പരിഹരിക്കുമെന്ന് ഇന്ന് പകലിൽ ശക്തമായിട്ട് ആലോചന അറിയിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ അവസരത്തിൽ തുടർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. എല്ലാവരും ഒന്ന് ഒരുക്കത്തോടുകൂടെ കടന്നു വന്നേ. നിങ്ങളുടെ വിഷയങ്ങൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രയാസങ്ങൾ എന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ പ്രവർത്തനം നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് ഞാൻ വിശ്വാസത്താൽ കാണുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് കണ്ണൂരിൽ നിന്നാണ്. എൻ്റെ പേര് രാഗിണി. എൻ്റെ മോൻ തേജസ്സിന് ദുബായിലെ ജോലി ചെയ്യുന്നു. അപ്പോൾ അവന് ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു. 2 മാസമായിട്ട് ജോലിയില്ലാതിരുന്ന അവൾ വളരെയധികം ഭാരപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് പിജു ജോൺ പാസ്റ്റർ നമ്പർ കിട്ടി. അങ്ങനെ പാസ്റ്ററോട് ഞാൻ പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. പ്രാർത്ഥന്നിട്ട് പാസ്റ്റർ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് ആലോചന പ്രകാരം പാസ്റ്റർ പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ കുട്ടിക്ക് ജോലി ശരിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഒരാഴ്ച തികയുന്നതിന് മുന്നേ തന്നെ സബ്സനായ ദൈവ അത്ഭുതം പ്രകടിച്ച് മോനൊരു ജോലി കിട്ടി. ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം പറയുന്നു. പ്രാർത്ഥിച്ച ദേവദാസനെല്ലാം നന്ദി അറിയിക്കുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നുള്ള ഒരു വിശ്വാസം, ഒരു വാഗ്ദത്തം നമ്മൾ നിറവേറ്റി നമ്മൾ കണ്ണു മുൻപിൽ തന്നെ കാണാൻ ദൈവം നമ്മുടെ ജീവിതത്തിന് സർവ്വശനായ ദൈവം അത്ഭുതം പ്രകടിച്ചതോടെ ദൈവത്തെ സ്തുതിക്കും. എല്ലാവരും കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, എല്ലാ പ്രതിസന്ധികളും ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ, എല്ലാ ശോധനയുടെ അവസ്ഥകൾ മാറിപ്പോകട്ടെ, അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ, പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ പ്രിയ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഞങ്ങളുടെ പ്രിയ കുടുംബങ്ങൾ ആശ്വാസം കണ്ടെത്തട്ടെ. ജീവിതം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിൽ നിന്നും ആത്മഹത്യയുടെ ചിന്തകൾ മാറിപ്പോകട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജനത്തെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രതികൂലങ്ങളും വിട്ടുമാറട്ടെ, എല്ലാ മനസ്സിന്റെ ഭാരങ്ങളും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആർക്കാണ് ഈ ദിവസങ്ങളിൽ ഒരു വാതിൽ തുറന്നു വരേണ്ടതിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? യേശു കർത്താവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പനി വന്നിട്ട് തൊണ്ടയുടെ ഭാഗം അടഞ്ഞിരിക്കുകയും ഒപ്പം പഴയതുപോലെ ശബ്ദം പുറത്തേക്ക് വരാതെ ഭാരപ്പെടുന്നവർ യേശു കർത്താവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പരിഹരിക്കപ്പെടാൻ പോകുന്നുവെന്ന് നിങ്ങളെ നോക്കി ഞാൻ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാണ്. തലകറക്ക നിമിത്തം എപ്പോഴും കിടക്കണമെന്നുള്ള ചിന്തയിൽ ആയിരിക്കുന്നവർ അവന്റെ അടിപ്പിണരാൻ സൗഖ്യം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിരാശയിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നവർ, അനേക നാളുകളായി, മാസങ്ങളായി, വർഷങ്ങളായിട്ട് നിരാശയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കായി ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് വളരെ അനുഗ്രഹമായി തീർന്നെന്ന് വിശ്വസിക്കണം. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നത ചിറകിൻ മറവിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് കരുണ കാണിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.